ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് വീണ്ടും മുറുകുകയാണ്. മുൻ ദേവസ്വം മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകാതെ SIT ഇപ്പോഴും നിലപാട് തുടരുന്നു. ചോദ്യം ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഏറുകയാണ്. കേസിൽ ഇതുവരെ കടകംപള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്കുള്ള ബന്ധത്തെക്കുറിച്ചും ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിലും SIT വിശദമായ പരിശോധന തുടരുകയാണ്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നതെന്നും ഒരു തവണ മാത്രമാണ് നേരിൽ കണ്ടതെന്നുമാണ് ഡിസംബർ 28 നടന്ന ചോദ്യം ചെയ്യലിൽ കടകംപള്ളി മൊഴി നൽകിയത്. എന്നാൽ ഈ മൊഴിയിൽ വലിയ പൊരുത്തക്കേടുകളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രി എന്ന നിലയ്ക്കപ്പുറം അന്ന് കടകംപള്ളി പോറ്റിയുടെ വീട് സന്ദർശിച്ചതായും ഒരു തവണ പോലീസ് അകമ്പടിയോടെ എത്തിയതെന്നും സാക്ഷിമൊഴിയുണ്ട്. പോറ്റിയുടെ അച്ഛനെ സന്ദർശിച്ച് സമ്മാനം കൈമാറിയതായും റിപ്പോർട്ടുണ്ട്. കൂടാതെ കടകംപള്ളിക്ക് താൻ ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പോറ്റിയും മൊഴി നൽകിയിട്ടുണ്ട്. കേസിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ശ്രീകോവിൽ കട്ടളയിലെ സ്വർണത്തിൻ്റെ അളവ് കുറച്ച് കാണിക്കാനും സ്വർണത്തിന് പകരം അത് ചെമ്പ് പാളികളെന്ന് സ്റ്റോക്ക് രജിസ്റ്ററിൽ മാറ്റം വരുത്താനും മുൻ ദേവസ്വം കമ്മീഷണർ N വാസു നേരിട്ട് നിർദ്ദേശം നൽകി എന്നതാണ്. ഈ രേഖകളിലെ കൃത്രിമത്വം കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോടെയാണോ നടന്നത് എന്നാണ് SIT പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2019 ഇരുവരും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയും സ്വർണ്ണക്കൊള്ള കേസിൽ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. ആരാധിക്കുന്ന ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്നാണ് N വാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ചോദിച്ചത്. സ്വർണം പൂശിയ പാടുകൾ വീണ്ടും എന്തിനാണ് സ്വർണം പൂശിയതെന്നും സുപ്രീം കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. കേസിൻ്റെ ഗൗരവം പരിഗണിച്ച് N വാസുവിന് ജാമ്യം നൽകാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം SIT നടത്തിയ പരിശോധന റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. പോറ്റിയുടെ 13 കോടി രൂപയുടെ സ്വത്ത് ED മരവിപ്പിച്ചു. പത്മകുമാർ, മുരാരി ബാബു എന്നിവരടക്കമുള്ള കൂടുതൽ പ്രതികളുടെ സ്വത്തുക്കളും മരവിപ്പിക്കാനാണ് EDയുടെ നീക്കം. സ്വർണ്ണക്കൊള്ളയിലൂടെ ലഭിച്ച ലാഭവീതം ബിനാമി അക്കൗണ്ടുകൾ വഴി ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയക്കാരിലേക്കും എത്തിയതായാണ് ED സംശയിക്കുന്നത്. കേസിലെ സാമ്പത്തിക ഇടപാടുകളുടെ വ്യാപ്തി കണക്കിലെടുത്ത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ED നീക്കം നടത്തുന്നു എന്നാണ് സൂചന. അങ്ങനെ വരുമ്പോൾ SITയുടെ അന്വേഷണം ഫലമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് SIT നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശബരിമലയിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകളിൽ മാറ്റം വരുത്തിയോ എന്ന് പരിശോധിക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല ദൃശ്യങ്ങളും മാച്ച് കളഞ്ഞതായി സൂചനയുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ SIT. അതിന് സമാന്തരമായാണ് സ്വത്ത് കണ്ടെത്തൽ നീക്കവുമായി EDയും മുന്നോട്ട് നീങ്ങുന്നത്. ഫലത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഇനി പ്രതിപട്ടികയിൽ വന്നേക്കാവുന്ന ഉന്നതർക്കും ആധി കൂടുകയാണ്.